بسم الله الرحمن الرحيم. قل للذين آمنوا يغفروا للذين لا يرجون أيام الله ليجزي قوما بما كانوا يكسبون من عمل صالحا فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1740 ദിവസത്തിലേക്ക് എല്ലാവരെയും മഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയിലെ 14-15 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل للذين آمنوا يغفروا للذين لا يرجون أيام الله ليجزي قوما بما كانوا يكسبون من عمل صالحا فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 14-15 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഒരു നിർദ്ദേശം നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലായിട്ട്. അവര് നേരിട്ടുകൊണ്ടിരുന്ന പ്രതികൂലമായ സാഹചര്യത്തില് അവരോട് ഇടഞ്ഞു നിൽക്കുന്ന സത്യനിഷേധികളും അതുപോലെ ബഹുദൈവാരാധകരും ഒക്കെയായ മക്കയിലെ ആളുകൾ അവര് കാരണമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും അതുപോലെ മനക്ലേശവും അതുപോലെ തന്നെ പല ശല്യപ്പെടുത്തലുകളും ഒക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അഭിസംബോധന ചെയ്യപ്പെടുന്ന സമൂഹത്തിന് അള്ളാഹുവിന്റെ ഏകത്വം ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്ന്, സമുദ്രത്തെ അള്ളാഹു മനുഷ്യർക്കായിട്ട് വിധേയപ്പെടുത്തി കൊടുത്ത കാര്യമാണ് പറയുന്നത്. നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുകയുണ്ടായി. കപ്പലിന് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തില്, അതുപോലെ സമുദ്രത്തിലെ വിഭവങ്ങൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്താൻ വേണ്ടി അതിനോടൊപ്പം തന്നെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനോട് വിധേയത്വവും അതുപോലെ കൃതജ്ഞതയും ഒക്കെ കാണിക്കുന്നവരായി നിലകൊള്ളാൻ വേണ്ടിയാണ് ഈ സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ്. ഓരോ നിയമത്തിന്റെയും കാര്യത്തിൽ അള്ളാഹുവിന്റെ നിലപാട് അതാണ്. മനുഷ്യന്റെ പ്രയോജനത്തിനുള്ളതാണ്. എന്നാൽ ആ കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ അള്ളാഹുവിനോട് അതിന്റെ പേരിൽ കൃതജ്ഞത കാണിക്കുക എന്നത് അള്ളാഹു നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവനും തന്നെയും അള്ളാഹുവിൽ നിന്നാണ്. അതൊക്കെയും അള്ളാഹു സജ്ജീകരിച്ചു വെച്ചതാണ്, താനെ ഉണ്ടായതല്ല, ആകസ്മികമായ സംഗതികളല്ല. തീർച്ചയായിട്ടും അതിലൊക്കെയും ആലോചനാശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വളരെയേറെ സഹായിക്കുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് വ്യക്തമാക്കുകയുണ്ടായത്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഫിക്ർ ചെയ്യാൻ, ആലോചനയിലേർപ്പെടാൻ, കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കാനുള്ള സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അവരെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള ഗംഭീരമായ ദൈവിക പ്രതിഭാസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ
അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ അവർക്ക് സഹായിക്കുന്ന പ്രതിഭാസങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, ആയാത്തുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്ന വിധത്തിൽ അള്ളാഹു ഇന്ന് ഞാൻ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിലായി ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നത്. ഖുൽ, അങ്ങനെയാണ് അതിന്റെ തുടക്കം. പ്രവാചകരെ പറയുക. ആരോടാണ് എന്ന് തുടർന്ന് വ്യക്തമാക്കുന്നുണ്ട്. ലില്ലദീന ആമനു, ലില്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊണ്ട ആളുകളോട്, സത്യവിശ്വാസികളോടായിട്ട് നിർദ്ദേശിക്കുക, അവരോടായിട്ട് പറയുക. എന്താണ് പറയേണ്ടത്? യഗ്ഫിറു ലില്ലദീന ലാ യർജൂന അയ്യാമല്ലാഹ്, അള്ളാഹുവിന്റെ നാളുകളെ പ്രതീക്ഷിക്കാതെ കഴിയുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ നാളുകൾ ഉണ്ടായേക്കും എന്ന വിധത്തിലുള്ള ആശങ്കയൊന്നുമില്ലാതെ യാതൊരു വിധത്തിലുള്ള അത് സംബന്ധമായ ഭയപ്പാടോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ അങ്ങനെ കഴിയുന്ന, അള്ളാഹുവിന്റെ നടപടികളെ കുറിച്ചുള്ള യാതൊരു കണക്കുകൂട്ടലും ഭയപ്പാടും ഒന്നുമില്ലാതെ കഴിയുന്ന ആളുകൾ, അവരോട് അവർക്ക് മാപ്പാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ലിയജ്സിയ ഖൗമൻ ബിമാ കാനൂ യക്സിബൂൻ, ഒരു സമൂഹത്തിന് അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടി, അത് അള്ളാഹു നേരിട്ട് അവർക്ക് അവരുടെ ചെയ്തികൾക്ക്, അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകുന്നതിന് വേണ്ടി എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഏറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോ അള്ളാഹുവിന്റെ നാളുകൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള യാതൊരു ഭയപ്പാടും ഇല്ലാതെ കഴിയുന്ന ഒരു നിലപാടാണ് ആ സമൂഹത്തിലെ ആളുകൾ പൊതുവെ സ്വീകരിച്ചു പോരുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന യാതൊരു ഭയവും അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്നില്ല. അങ്ങനെ അള്ളാഹുവിന്റെ നടപടികളെ കുറിച്ചുള്ള ആശങ്കയോ ഭീതിയോ ഉള്ളവരാണെങ്കിൽ അവർ ഈ വിധത്തിലല്ല പെരുമാറുക. അവര് ജാഗ്രതയുള്ളവരായിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിക്കുന്ന ദൈവിക വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പെരുമാറ്റത്തിലും ജീവിത രീതിയിലും നിലപാടിലും ഒക്കെ വലിയ മാറ്റം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഈ ആളുകളിൽ ഈ ആയാത്തുകളൊന്നും അതിന്റെ പ്രതിഫലനം ഉളവാക്കുന്നില്ല എന്നതാണ് നിലവിൽ അവരുടെ പ്രതികരണം വെളിപ്പെടുത്തുന്ന ഒരു വസ്തുത. അപ്പോ ആ സമൂഹം അള്ളാഹുവിന്റെ ആയാത്തുകൾ കേൾപ്പിക്കപ്പെട്ടപ്പോ അതിനു വേണ്ട ശ്രദ്ധ നൽകുകയോ അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവര് നിസ്സംഗതയിൽ കഴിയുകയാണ്. ഇങ്ങനെ നിസ്സംഗതയിൽ കഴിയുന്ന ആളുകളോടായിട്ട് അവരോട് ഒരു പ്രതികാരവാഞ്ചയോടുകൂടി പെരുമാറുന്നതിന് പകരം അവരോട് വിട്ടുവീഴ്ചയുടെ ഭാഷയിൽ അവരെ സമീപിക്കാനും അവർക്ക് പുറത്തു കൊടുക്കാനുമാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്. പ്രവാചകരെ താങ്കൾ പറയുക. ആരോടാണ് പറയേണ്ടത്? ലില്ലദീന ആമനു, വിശ്വാസികളോടായിട്ട് ഇങ്ങനെ പറയുക. വിശ്വാസികള് വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും അവർ ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് വേണ്ട പരിഗണന നൽകിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുകയല്ല ആ നാട്ടിലെ ആളുകൾ ചെയ്യുന്നത്. അവര് ശത്രുതാ മനോഭാവത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തില് ഈ പ്രതിയോഗികളോട്, ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന ഈ നിഷേധികളോടും ബഹുദൈവാരാധകരോടും ഒക്കെയായിട്ട്
അവരോട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നിലകൊള്ളാനാണ് അള്ളാഹു വിശ്വാസികളോടായി പറയാൻ വേണ്ടി ഇവിടെ പറയുന്നത്. ഇത് മക്കയിലെ നമ്മൾ മനസ്സിലാക്കിയ പോലെ സൂറത്തുൽ ജാസിയ അവതരിച്ച ആ ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണം ആരംഭിച്ച് ഏതാനും വർഷങ്ങൾ പിന്നിട്ട് ശത്രുതയും പകയും ഒക്കെ ആയിട്ട് സമൂഹം അതിനോട് പ്രതികരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും നിരന്തരമായി ദ്രോഹിക്കാനും ഒക്കെ തുടങ്ങിയ ഒരു സന്ദർഭമാണ്. ആ ഒരു സന്ദർഭത്തില് വിട്ടുവീഴ്ച മനസ്ഥിതിയോട് കൂടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാനാണ് ഇവിടെ അള്ളാഹു വിശ്വാസികളോടായിട്ട് പറയാൻ ആവശ്യപ്പെടുന്നത്. അപ്പോ പ്രവാചകനാണ് ഇത് ജനങ്ങളോട് പറയേണ്ടത്. ഖുൽ പറയുക, ലില്ലദീന ആമനു വിശ്വാസം ഉൾക്കൊണ്ട ആളുകളോട്, സത്യവിശ്വാസികളോടായിട്ട് പറയുക, യഗ്ഫിറു അവര് വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും ഒക്കെ ഒരു അവരുടെ രീതിയായി സ്വീകരിക്കട്ടെ. ലില്ലദീന ലാ യർജൂന അയ്യാമല്ല ഈ അയ്യാമുള്ള പ്രതീക്ഷിക്കാത്ത തരം ആളുകളുണ്ട്, നിഷേധികളായ ആളുകൾ. അള്ളാഹുവിന്റെ നടപടികളെ കുറിച്ചൊന്നും ആശങ്കയോ പേടിയോ ഒന്നും അവർ കാണിക്കുന്നില്ല. വളരെ നിസ്സംഗതയോടുകൂടി യാതൊരു വിധത്തിലുള്ള ഭയപ്പാടും ആശങ്കയും ഇല്ലാതെ അക്രമങ്ങളിലും ദ്രോഹങ്ങളിലും ഒക്കെയാണ് അവരിപ്പോ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ദ്രോഹിക്കുന്നതിൽ നിന്ന് ഒരു ഭയാശങ്കയും അവരെ തടഞ്ഞു നിർത്തുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ്. ആ ആളുകളോട് അല്പം വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ സഹന മനോഭാവം കാണിച്ചുകൊണ്ട് അവർക്ക് അത് പുറത്ത് മാപ്പാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് എന്നത് കാണാൻ കഴിയും. അപ്പോ ഇവിടെ ലാ യർജൂന അയ്യാമല്ല എന്ന വിധത്തിലാണ് മക്കയിലെ അന്നത്തെ നിഷേധികളായ ആളുകളെ അള്ളാഹു പരാമർശിക്കുന്നത്. ആ ആളുകളുടെ ഒരു ശ്രദ്ധേയമായ ഒരു പ്രത്യേകത, ലാ യർജൂന അവര് പ്രതീക്ഷിക്കുന്നില്ല, കണക്ക് കൂട്ടുന്നില്ല. അയ്യാമല്ല അള്ളാഹുവിന്റെ നാളുകളെ കുറിച്ച് യാതൊരു കണക്കുകൂട്ടലും ഇല്ലാത്തൊരു സമൂഹം. അള്ളാഹുവിന്റെ നാളുകൾ എന്ന് പറയുമ്പോൾ എല്ലാം അള്ളാഹുവിന്റെ നാളുകൾ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ചില ഇടപെടലുകളും നടപടികളും ഒക്കെ കാരണമായിട്ട് ചരിത്രത്തിൽ ശ്രദ്ധേയമായ ചില നാളുകളുണ്ട്. അത് അള്ളാഹുവിന്റെ ചില സമൂഹങ്ങളുടെ കാര്യത്തില് അള്ളാഹു ചില നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാളുകളാണ്. ഇപ്പോ ആമുൽ ഫീൽ മക്കയിലെ ആളുകൾക്കൊക്കെയും പരിചയമുണ്ടായിരുന്ന ഒരു ദിവസമാണ്, ഒരു നാളാണ്. കഅബയെ നശിപ്പിക്കാൻ വേണ്ടി യമനിലെ രാജാവ് അബ്രഹത്തും സംഘവും സൈന്യവും ആനകളുമായി മക്കയിലെത്തി കഅബ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞ ഒരു ദിവസം. ആ വർഷത്തിലാണ് ആ സംഭവം ഉണ്ടായ. ആമുൽ ഫീൽ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അള്ളാഹുവിനെ അവര് നേരിൽ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു മക്കയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് അന്ന് ആ നാള് അനുഭവപ്പെട്ടത്. അബ്ദുൽ മുത്തലിബും സഹകാരികളും ഒക്കെ അള്ളാഹുവിന്റെ ഭവനത്തെ അള്ളാഹു സംരക്ഷിച്ചുകൊള്ളും, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. ഒരു രാജാവ് പടുകൂറ്റൻ സൈന്യവുമായി വന്ന് കഅബ നശിപ്പിക്കാൻ വേണ്ടി മുതിരുകയാണെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് താക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആടുമാടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ നിങ്ങൾ പിടിച്ചു വെച്ചത് ഞങ്ങൾക്ക് വിട്ടുതരിക. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ സംരക്ഷണം അവൻ ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി നിൽക്കുകയാണ് അബ്ദുൽ മുത്തലിബും കൂട്ടരൊക്കെ ചെയ്യുന്നത്. ആ ഒരു ഘട്ടത്തില് അബ്രഹത്തിന്റെ സൈന്യം മക്കയില് കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരെയാണ് അള്ളാഹു ദൈവികമായ ഒരു ഇടപെടലിലൂടെ നശിപ്പിക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആനില് സൂറത്തുൽ ഫീലില് അത് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അബാബീൽ പക്ഷികളെ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ചരൽക്കല്ലുകൾ അവരെ ഉരുകി ഒലിച്ചു പോകാൻ കാരണമാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ വലിയ വ്രണങ്ങൾ ഉണ്ടായി അവരുടെ ശരീരം മുറിഞ്ഞു വീഴുന്ന വിധത്തിലുള്ള ഒരു
നടപടിയാണ്, ഒരു ശിക്ഷയാണ് അള്ളാഹു അവിടെ നടപ്പിലാക്കിയത്. വളരെ ചെറിയ ചില പക്ഷികൾ അള്ളാഹു ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് അയച്ച, അവര് തർമീഹിം ബി ഹിജാറത്തിൻ മിൻ സിജ്ജീൽ, നരകത്തു നിന്നുള്ള ചില കല്ലുകളാണ് അവര് ചുട്ടുപഴുത്ത ആ കല്ലുകൾ അവരുടെ മേൽ ഈ ആനക്കാരുടെ അബ്രഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെ മേൽ എറിയുകയുണ്ടായത്. അവരൊക്കെയും മരിച്ചു വീഴുകയാണ്. അവരുടെ ശരീരം നുറുങ്ങുകളായി കഷ്ണങ്ങളായി വീഴുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് മക്കയിലും പരിസരത്തുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്നത്. കഅബ ഇപ്പോ നശിപ്പിക്കപ്പെടും എന്ന ഭീതിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. ഇത് അള്ളാഹുവിന്റെ സാന്നിധ്യം വിളിച്ചോതിയ എല്ലാവർക്കും അള്ളാഹുവിന്റെ നടപടിയെ ബോധ്യപ്പെടാൻ ഉപകരിച്ച ഒരു അസാധാരണമായ സംഭവം ഉണ്ടായ ഒരു ദിവസമാണ്. അത് അയ്യാമുള്ള എന്ന വിധത്തിൽ പരിഗണിക്കപ്പെടാവുന്ന ദിവസങ്ങളിൽ ഒരു നാളായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹി ഇസ്ലാമും സംഘവും ചെങ്കടൽ തീരത്തെത്തി വഴിമുട്ടി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടാവുന്നത്. കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ. അതോടെ അവിടെ വളരെ ഉണങ്ങി വരണ്ട സുഖകരമായൊരു പാത രൂപപ്പെട്ടു വരികയാണ്. സമുദ്രം പിളർന്ന് രണ്ടായി മാറുകയും സമുദ്രത്തിന്റെ രണ്ട് പിളർപ്പുകൾക്കിടയിലൂടെയായി ഒരു വലിയ സംഘത്തിന് കടന്നു പോകാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള ഒരു വഴി രൂപപ്പെട്ടു വരികയാണ്. ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമും അനുയായികളും ചെങ്കടൽ കടന്ന് മറുകരയിലെത്തുന്നത്. അതിനെ തുടർന്ന് അവരെ പിന്തുടർന്നെത്തിയ ഫിറഔനും സംഘവും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോ രണ്ട് പിളർപ്പുകളും ഒന്നായി മാറുകയും അവര് സമുദ്രത്തില് മുങ്ങി ഒടുങ്ങുകയും ചെയ്തു. ഇത് ആ കാലഘട്ടത്തില് ആ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ കൺമുന്നിൽ അരങ്ങേറിയ ഒരു അത്യസാധാരണമായ സംഭവമാണ്. അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു ചരിത്ര സംഭവമാണ്. അള്ളാഹുവിന്റെ നടപടിയാണ് അവിടെ നടപ്പിലാക്കപ്പെട്ടത്. രണ്ടും ശിക്ഷയാണ്. ഇതുപോലെയുള്ള ചില സുപ്രധാനമായ നടപടികൾ, ദൈവികമായ ചില നടപടികൾ ഉണ്ടായ നാളുകളാണ് ഈ അയ്യാമുള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിനെ അള്ളാഹു നശിപ്പിച്ച ഒരു നാള്, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ മേൽ നടപടി ഉണ്ടായ നാള്, അതുപോലെ ആദ് സമൂഹത്തിന്റെ മേൽ നടപടി ഉണ്ടായ, ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ മേൽ നടപടി ഉണ്ടായ നാളുകൾ, ഇതൊക്കെ വളരെ പകൽ വെളിച്ചം പോലെ ആളുകൾക്ക് അള്ളാഹുവിന്റെ നടപടിയാണ് എന്ന് ബോധ്യപ്പെട്ട നാളുകളാണ്. ഇതുപോലെയുള്ള പല പ്രധാനപ്പെട്ട സംഭവങ്ങളും ദിനങ്ങളും ഒക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹു എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള അതിവിസ്മയകരമായ ചില നടപടികൾ ഉണ്ടായ നാളുകളാണിത്. ഇത് ഇത്തരം നെഗറ്റീവായ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കപ്പെട്ട നാളുകൾ തന്നെയായിട്ട് നമ്മൾ അവയെ പരിഗണിക്കണമെന്നില്ല. അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന ചില ചരിത്ര സംഭവങ്ങളും അതിന്റെ അടയാളപ്പെടുത്തലുകളായ ചില നാളുകളും ഒക്കെ നമുക്ക് അയ്യാമുള്ള എന്ന നിലക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും ഈ ശിക്ഷയുടെയോ ദൈവിക നടപടിയുടെയോ സംഗതികളുണ്ടായ നാളിനെയാണ് അയ്യാമുള്ള എന്ന വിധത്തിൽ പരിമിതപ്പെടുത്തി മനസ്സിലാക്കണം എന്നില്ല. പൊതുവായിട്ട് അങ്ങനെയാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ ആളുകൾക്ക് ഇനി തടസ്സമൊന്നുമില്ല എന്ന വിധത്തില് അള്ളാഹുവിന്റെ സാന്നിധ്യം വിളിച്ചോതിയ, അള്ളാഹുവിന്റെ നടപടി വ്യക്തമായ ചില സന്ദർഭങ്ങളുള്ള നാളുകളാണ് ഈ പരാമർശിക്കപ്പെടുന്ന അയ്യാമുള്ള. സാധാരണഗതിയിൽ പ്രവാചകന്മാര് ജനങ്ങൾക്ക് താക്കീത് നൽകി കഴിഞ്ഞാൽ അവര് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ധിക്കാരത്തിലും നിഷേധത്തിലും അക്രമപരമായ പ്രവർത്തനങ്ങളിലും തന്നെയാണ് സമൂഹം തുടരുന്നതെങ്കിൽ അവരുടെ കാര്യത്തിൽ ചില ദൈവിക നടപടികളൊക്കെ ഉണ്ടാവും.
അങ്ങനെയുള്ള ദൈവിക നടപടികൾ ഉണ്ടാവുന്ന ഒരു നാളിനെയാണ് യഥാർത്ഥത്തില് ഈ അയ്യാമുള്ള എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്തരം നാളുകളെയാണ്. അപ്പോ താക്കീത് നൽകപ്പെട്ട സമൂഹം, ദൈവിക ദൂതന്മാര് താക്കീത് നൽകിയിട്ടുള്ള ആ സമൂഹത്തിന് ഇത്തരം നാളുകളെ കുറിച്ചുള്ള ഒരു താക്കീതും ലഭിച്ചിട്ടുണ്ടാവും. ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള ദൈവിക ശിക്ഷ നടപ്പിലാവുന്ന അല്ലെങ്കിൽ ദൈവിക നടപടി ഉണ്ടാവുന്ന നാളിന്റെ ഭീതിജനകമായ അവസ്ഥയെക്കുറിച്ചുള്ള ഭയപ്പാട് അവരിൽ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സംഗതിയാണ്. ചില സമൂഹം യാതൊരു നിലക്കും വിശ്വാസപരമായ ഒരു കീഴ്പ്പെടല് അല്ലെങ്കിൽ വിശ്വാസം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത ഇല്ലാതെ കഴിഞ്ഞുകൂടുന്ന ധിക്കാരത്തിലും അഹന്തയിലും കഴിയുന്ന ആളുകൾ ഇങ്ങനെയുള്ള താക്കീതുകളെയൊന്നും വിലമതിക്കുകയില്ല, അതിനൊന്നും വേണ്ട പരിഗണന നൽകുകയില്ല. ഇത്തരം മുന്നറിയിപ്പുകളൊന്നും അവരിൽ യാതൊരു വിധത്തിലുള്ള ഭയപ്പാടും ഉണ്ടാക്കുകയില്ല. അങ്ങനെയുള്ള ചില ധാർഷ്ട്യത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന സമൂഹങ്ങളുണ്ട്. ഇവിടെ മക്കയിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഈ ഒരു ധാർഷ്ട്യ നിലപാട് സ്വീകരിച്ച ആളുകളും ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചനയിൽ നിന്ന് വ്യക്തമാവുന്നത്. അള്ളാഹുവിടെ വിശ്വാസികളോടായിട്ട് പറയുന്നത്, ഈ അള്ളാഹുവിന്റെ നടപടികൾ ഉണ്ടാവുന്ന ഈ നാളുകളെ കുറിച്ചുള്ള താക്കീതിന്റെ പേരിൽ യാതൊരു അങ്ങനെയുള്ള ഭയപ്പാടും ഇല്ലാതെ, അങ്ങനെ യാതൊരു ആശങ്കയും ഇല്ലാതെ കഴിയുന്ന ഒരു സമൂഹമാണല്ലോ അവര്. അവരോട് തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും അവർക്ക് മാപ്പാക്കി കൊടുക്കുകയും ചെയ്തേക്കാനാണ് ഈ ദൗത്യ നിർവഹണത്തിന്റെ ആദ്യ ഘട്ടത്തിലുള്ള വിശ്വാസികളോടായിട്ട് അള്ളാഹു ഇവിടെ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുന്നത്. ഖുൽലില്ലദീന ആമനു യഗ്ഫിറു, അവര് പുറത്തു കൊടുക്കട്ടെ, അവര് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കട്ടെ. ലില്ലദീന ലാ യർജൂന അയ്യാമല്ലാഹ്, അള്ളാഹുവിന്റെ നാളുകളെ, അള്ളാഹുവിന്റെ നടപടികൾ ഉണ്ടാകുന്ന നാളുകളെ കുറിച്ചുള്ള യാതൊരു ഭയപ്പാടും ആശങ്കയും ഇല്ലാതെ കഴിയുന്ന ഈ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ. എന്തിനാണ്? ലി യജ്സിയ ഖൗമൻ ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ കാര്യത്തില് അവരുടെ ചെയ്തികളുടെ പേരിൽ അള്ളാഹു തന്നെ പ്രതിഫലം നൽകട്ടെ എന്ന നിലയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഇവര് എല്ലാ കാലത്തേക്കും വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടവരാണ് എന്നല്ല. നിങ്ങൾ തൽക്കാലം അവരോട് പ്രതികരിക്കേണ്ടതില്ല. അവർക്ക് വേണ്ടത്, അവരർഹിക്കുന്ന പ്രതിഫലം അത് അള്ളാഹു നൽകിക്കൊള്ളും എന്ന നിലക്കാണ് അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറയുന്നത്. തൽക്കാലം നിങ്ങൾ അവർക്കെതിരെ തിരിയേണ്ടതില്ല. നിങ്ങളെ അവർ ദ്രോഹിക്കുന്നുണ്ട്, നിങ്ങൾ പല വിധത്തിലുള്ള പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് എന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പോ അവരോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിലക്കൊള്ളുക. എന്തിനാണ്? ലി യജ്സിയ ഖൗമൻ, അള്ളാഹു ഒരു സമൂഹത്തിന് പ്രതിഫലം നൽകട്ടെ. അത് പ്രതിഫലം അവർ അർഹിക്കുന്ന പ്രതിഫലമാണ്. ചിലർക്ക് അത് നല്ല പ്രതിഫലമായിരിക്കും, ചിലർക്ക് ശിക്ഷ തന്നെയായിരിക്കും. അപ്പൊ ലി യജ്സിയ ഖൗമൻ ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ ചെയ്തികളുടെ പേരിൽ അതിനുള്ള പ്രതിഫലമായി അള്ളാഹു അവരർഹിക്കുന്ന ജസാ നൽകുന്നതിന് വേണ്ടി രണ്ട് വ്യത്യസ്തമായ ആംഗിളുകളിൽ വിശദീകരിക്കപ്പെടുന്ന ഒരു ആയത്താണ്, അല്ലെങ്കിൽ ആയത്തിന്റെ ഭാഗമാണ്. ഈ പ്രതിഫലം നൽകുന്നത്, അള്ളാഹു പ്രതിഫലം നൽകുന്നത് ആർക്കാണ്? അത് പ്രതിഫലമായിട്ട് നല്ല സംഗതിയാണോ അതല്ല വല്ല ശിക്ഷയുമാണോ എന്താണ് എന്നത് തീരുമാനിക്കപ്പെടുന്നത് ഇത് ഏത് ആംഗിളിലാണ് നമ്മൾ ഈ ആയത്തിനെ വായിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിഷേധികളുടെ കാര്യത്തിലാണ് അത് പറയുന്നതെങ്കിൽ അവരുടെ ദുശാഠ്യത്തിനും അഹന്തക്കും ഒക്കെയുള്ള പ്രതിഫലം, അവർ ചെയ്തുകൊണ്ടിരുന്ന ദ്രോഹങ്ങൾക്കൊക്കെയുള്ള പ്രതിഫലം തീർച്ചയായിട്ടും ദൈവിക ശിക്ഷയായിരിക്കും. എന്നാൽ വിശ്വാസികളുടെ കാര്യത്തിലാണ് നമ്മൾ ഈ വാചകം ഉൾക്കൊള്ളുന്നതെങ്കിൽ ഈ യജ്സിയ ഖൗമൻ ബിമാ കാനൂ യക്സിബൂൻ, ഒരു സമൂഹത്തിന് അവരുടെ ചെയ്തികളുടെ കാര്യത്തില്, ചെയ്തികളുടെ പേരിലുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതിന് എന്ന നിലക്ക് വായിക്കുമ്പോൾ അത് വിശ്വാസികളുടെ കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അവരുടെ സഹനത്തിനും ക്ഷമക്കും അവരെ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങൾക്കും ഒക്കെ, അതുപോലെ അവരുടെ ത്യാഗത്തിനും അവരനുഭവിച്ച പീഡനങ്ങൾക്കും ഒക്കെ
പ്രതിഫലമായിട്ട് അള്ളാഹു ഏറ്റവും ഉത്തമമായ പ്രതിഫലം അവർക്ക് നൽകുന്നതിന് വേണ്ടി എന്നും ഈ വാചകത്തെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് ആംഗിളിലായിട്ട് രണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് നമുക്ക് ഈ വാചകത്തിന് കാണാൻ സാധിക്കുക. അപ്പൊ അള്ളാഹുവിടെ വിശ്വാസികളോടായിട്ട് പറയാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് ഒരു കാര്യം. എന്താണ് പറയുന്നതിന്റെ ആകത്തുക? അവര് വിട്ടുവീഴ്ചയും അതുപോലെ സഹനവും ഒക്കെ കാണിക്കണം. അവര് പുറത്തു കൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം. ആർക്കാണ്? അള്ളാഹുവിന്റെ നാളുകളെ കുറിച്ചുള്ള യാതൊരു ഭയാശങ്കയും ഇല്ലാതെ കഴിയുന്ന ഈ ആളുകൾക്ക്. അവര് ലാ യർജൂന അയ്യാമല്ല, അള്ളാഹുവിന്റെ നാളുകളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധ്യപ്പെടാൻ കാരണമായ വിധത്തിലുള്ള ദൈവിക നടപടികൾ ഉണ്ടായ നാളുകൾ, അത്തരം നാളുകൾ ഉണ്ടാകും എന്ന ഒരു ഭീതിയും ഭയവും ഇല്ലാതെ കഴിയുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു വിശ്വാസികളോട് നിർദ്ദേശിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? ഒന്ന്, വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം അത് കാരണമായി ലഭിക്കാനുണ്ട്. അവരുടെ നിലപാട്, സഹനം, അവരുടെ കർമ്മങ്ങള്, അതിനൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകാണ്. ലിയജ്സിയ ഖൗമൻ ബിമാ കാനൂ യക്സിബൂൻ, ഒരു സമൂഹത്തിന് അവരുടെ ചെയ്തികളുടെ പേരിൽ അള്ളാഹു വർദ്ധിച്ച വിധത്തിലുള്ള പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അത് വിശ്വാസികളെ കുറിച്ചാണ്. മറിച്ചാണെങ്കിൽ ഈ ധിക്കാരികളായ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങൾക്ക്, അവരുടെ ദുഷ്ചെയ്തികൾക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു തന്നെ നൽകുന്നതിന് വേണ്ടി നിങ്ങളിപ്പോ തിരിച്ചടിക്കൊന്നും നിൽക്കേണ്ടതില്ല തൽക്കാലം. അപ്പൊ ഇത് മക്കയിലെ ഇപ്പോ യുദ്ധം അനുവദനീയമായി തിരിച്ചടിക്കാനുള്ള അനുവാദം നൽകപ്പെടുന്നതിന്റെ മുമ്പുള്ള ഒരു കാലം ഉണ്ടല്ലോ. മദീനയിലാണ് അക്രമത്തിനിരയായതിന്റെ പേരിൽ വിശ്വാസികൾക്ക് പ്രതിയോഗികളെ തിരിച്ചടിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകുന്നത്. അത് മദീനയിൽ വെച്ചാണ്. അപ്പൊ അതിനു മുമ്പുള്ള മക്കയിലെ കാലഘട്ടത്തില് അള്ളാഹു അവരോട് വളരെയേറെ സഹനം കാണിക്കാനും ക്ഷമ അവലംബിക്കാനും ഒക്കെയാണ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലത്തെയാണ് ഇത് പരാമർശിക്കുന്നത് എന്ന് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം വിശദമാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ വിശ്വാസികളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവര് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മാപ്പാക്കി കൊടുക്കട്ടെ, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കട്ടെ. ആർക്കാണ്? അള്ളാഹുവിന്റെ നാളുകളെ കുറിച്ച് ഒരു ബോധമില്ലാതെ കഴിയുന്ന ഒരു കൂട്ടരാണ് ഇവർ. ഒരു പേടിയുമില്ല, ഭയപ്പാടുമില്ല, ഒരു ആശങ്കയില്ല, ഒരു കണക്കുകൂട്ടലുമില്ല, ഗൗരവത്തിലുള്ള ഒരു ആലോചനയില്ലാതെ കഴിയുന്ന ആളുകൾ. അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവും എന്ന കാര്യത്തെ കുറിച്ചുള്ള യാതൊരു പേടിയും അവരെ പിടികൂടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം. ആ സമൂഹത്തിനോട് തൽക്കാലം സഹനവും ക്ഷമയും ഒക്കെ കാണിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാനാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? രണ്ട് സാധ്യതയുള്ളത്. സഹനം അവലംബിക്കുന്ന, ക്ഷമ കൈക്കൊള്ളുന്ന, ത്യാഗം അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു തന്നെ പ്രതിഫലം നൽകട്ടെ എന്ന നിലക്കാണ്. മറ്റൊന്ന്, ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന ഈ സമൂഹത്തിന് അവരുടെ ചെയ്തികൾക്ക് ഏറ്റവും യോജിച്ച പ്രതിഫലം അള്ളാഹു തന്നെ നൽകട്ടെ എന്ന നിലക്കാണ്. ഈ രണ്ട് വായനക്കും ഈ ആയത്ത് സാധ്യത നൽകുന്നുണ്ട്. അപ്പോ എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു നിലപാട്, ഒരു നയം ഇത് സംബന്ധമായിട്ടുള്ളത് വ്യക്തമാക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ. മൻ അമില സ്വാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മിയാകുന്നുവെങ്കിൽ, സുഹൃതം ചെയ്യുന്നു, നന്മയാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ, ഫലി നഫ്സി, അതിന്റെ പ്രയോജനം അയാൾക്ക് തന്നെയാണ്. പ്രാഥമികമായിട്ട് അതിന്റെ പ്രതിഫലവും പ്രയോജനവും ഗുണവും ഒക്കെ അയാൾക്ക് തന്നെയാണ്. ഒരാൾ നന്മ ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം അയാൾക്ക് തന്നെയാണ്, അതിനുള്ള പ്രതിഫലം. ഒമൻ അസാ, എന്നാൽ ഒരു തിന്മയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിലോ, ഫഅലൈഹ, അതിന്റെ ദ്രോഹവും അതുകൊണ്ടുണ്ടാവുന്ന അനന്തരഫലവും ഒക്കെ അയാൾക്ക് തന്നെയാണ് മുഖ്യമായിട്ടുള്ളത്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നീട് നിങ്ങളൊക്കെയും തന്നെ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് തിരികെ അയക്കപ്പെടുന്നവരുമാണ്. അപ്പോ നന്മ ചെയ്താൽ അത് പാഴായി പോവുകയില്ല. നന്മക്കുള്ള പ്രതിഫലവും അതിന്റെ ഗുണവും ഒക്കെ അത് ചെയ്യുന്ന ആൾക്ക് തന്നെ ലഭിക്കും.
വേറെ ആർക്കും ഗുണം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. ഒരാൾ നന്മ ചെയ്താൽ അയാൾ പ്രതിഫലാർഹനാവുന്നു. അത് അയാൾക്ക് ലഭിക്കും. അയാൾക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അതിന്റെ പ്രതിഫലവും ഗുണവും ഒക്കെ നേടാൻ സാധിക്കും. വമൻ അസാ, സയ്യിഅത്താണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ, തിന്മയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ, ഫഅലൈഹ, അതിന്റെ ദ്രോഹവും അയാൾ തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടത്. ഒരാൾ തിന്മ ചെയ്തിട്ട് അതിന്റെ ഉത്തരവാദിത്വവും അത് കാരണമായുള്ള നടപടിയൊന്നും ഞാൻ ഏറ്റുവാങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അക്രമം ചെയ്യുന്ന ആള്, തിന്മ ചെയ്യുന്ന ആള്, അതുപോലെ സയ്യിഅത്ത് ചെയ്യുന്ന ഒരാള് അതിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങേണ്ടി വരും. അത് ദൈവിക നടപടിയുടെ ദൈവിക നീതിബോധത്തിന്റെ ഭാഗമാണ്. അപ്പോ വമൻ അസാ ഫഅലൈഹ, ആരെങ്കിലും ഒരു സയ്യിഅത്താണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ദുരന്തം, അതിന്റെ പ്രത്യാഘാതം അയാൾക്ക് തന്നെയാണ് ഉണ്ടാവുക. അയാൾ തന്നെയാണ് അതിനുള്ള ദൈവിക നടപടി ഏറ്റുവാങ്ങേണ്ടി വരിക. സുമ്മ റബ്ബിക്കും തുർജഊൻ, പിന്നീട് നിങ്ങളൊക്കെയും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കിലേക്ക് തിരികെ അയക്കപ്പെടുകയുമാണ്. ഐഹിക ലോകത്ത് ഇത്തരം നടപടികൾ എന്തെങ്കിലും നിലക്ക് പൂർണ്ണതയില്ലാതെയാണ് അവസാനിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾക്കൊന്നും അയാൾക്ക് വേണ്ട വിധത്തിലുള്ള പ്രതിഫലം ഇവിടെ നൽകപ്പെട്ടിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ധാരാളം കേസസ് ഉണ്ടാവുമല്ലോ. വലിയ എണ്ണം ആളുകളെ കൂട്ടക്കുരുതി ചെയ്ത വലിയ ധിക്കാരികളായ ഭരണാധിപന്മാരും സ്വേച്ഛാധിപന്മാരും ഒക്കെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഈ ആളുകളുടെ, അങ്ങനെയുള്ള സ്വേച്ഛാധിപതികളുടെ കാര്യത്തിൽ ഇഹലോകത്ത് നിന്ന് തന്നെ എന്തെങ്കിലും ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവർ ചെയ്ത അക്രമത്തിന് തുല്യമായിട്ട് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ സ്വേച്ഛാധിപതികളുണ്ട്. അങ്ങനെയുള്ള സ്വേച്ഛാധിപതികളെ ശിക്ഷ നടപ്പിലാക്കുക എന്ന പേരിൽ ഒരിക്കലല്ലേ കൊല്ലാൻ കഴിയുള്ളൂ. അയാള് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഒരാളായിരിക്കും. പക്ഷെ അയാൾക്ക് അതിനുള്ള ശിക്ഷ എന്നുള്ള നിലക്ക് ഒരിക്കലേ അയാളെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഒരിക്കലും തന്നെ അവിടെ നീതി നടപ്പിലാവുന്നില്ല. അള്ളാഹു ഇവിടെ നൽകുന്ന ഒരു സൂചന, നിങ്ങളൊക്കെയും തന്നെ ബിമാക്ക് സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങളൊക്കെയും തന്നെ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്കാണ് തിരികെ അയക്കപ്പെടാനും ഇരിക്കുന്നത്. പൂർണ്ണമായ അർത്ഥത്തിലുള്ള നീതി നടപ്പിലാക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ തിരികെ എത്തുമ്പോഴാണ്. പ്രതിഫലത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഒരാൾ ചെയ്ത അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങൾ, അതിനുള്ള പ്രതിഫലം ഭൂമിയിൽ നിന്ന് നൽകി അവസാനിപ്പിക്കുക എന്നത് സാധ്യമല്ല. അങ്ങനെ കഴിയില്ല. ചിലപ്പോ അയാൾ അതിലേറെ അർഹിക്കുന്നുണ്ടാവും. ചിലപ്പോ ഭൂമിയിൽ വെച്ച് അയാൾക്ക് അതിനുള്ള പ്രതിഫലം നൽകപ്പെട്ടിട്ട് തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോ അള്ളാഹുലേക്ക് നിങ്ങളൊക്കെയും തിരികെ അയക്കപ്പെടുന്നത് ഇതിന്റെയൊക്കെ ഒരു പൂർത്തീകരണം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോ സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് നിങ്ങളൊക്കെയും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കിലേക്കാണ് തിരികെ അയക്കപ്പെടുന്നത്. അവിടെയാണ് ഈ നീതി നടപ്പിലാക്കപ്പെടുന്നതിന്റെ പൂർണ്ണത അല്ലെങ്കിൽ തികവ് ഉണ്ടാവുന്നത്. അപ്പോ ഈ ആളുകളുടെ കാര്യത്തിൽ തൽക്കാലം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു നിലപാട് അവരോട് വിട്ടുവീഴ്ച ചെയ്യുകയും അവരുടെ അക്രമങ്ങളെ മാപ്പാക്കുകയും ചെയ്യാനാണ്. അപ്പോ ഇത് അക്രമത്തിന് ഇരയാക്കപ്പെട്ടതിന്റെ പേരിൽ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ തിരിച്ചടിക്കാനും ഒക്കെ അള്ളാഹു അനുമതി നൽകിക്കൊണ്ടുള്ള ആയത്ത് മദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു നിർദ്ദേശമാണ്. ചില ആളുകള് ഈ ആയത്ത് ആ കാരണത്താൽ തന്നെ മൻസൂഖായിട്ടുണ്ട്, നിർവീര്യമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശദീകരിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ അങ്ങനെ മൻസൂഖായി എന്ന നിലക്ക് അതിനെ കാണേണ്ടതില്ല. തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് ആർക്കും വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പാക്കാനും ഒക്കെ സാധിക്കുക. നിവൃത്തിയില്ലായ്കയുടെ അവസരത്തിലുള്ള സഹനം അല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. വേണമെങ്കിൽ
തിരിച്ചടിക്കാനൊക്കെ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം ആ ഘട്ടത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും ഒക്കെ പ്രസക്തമാവുന്നത്. മറ്റത് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അത് സഹനമാണ് ആ ഘട്ടത്തിലുള്ളത്. അപ്പോ സഹനമല്ല ഇവിടെ പറയുന്നത്, ഇവിടെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും മാപ്പാക്കാനും ഒക്കെയാണല്ലോ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം തന്നെയാണ്. പക്ഷെ അവര് ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്ന ഒരു സമൂഹമാണ് എന്നൊരു ബോധത്തോടു കൂടി വേണം ഈ ആളുകളോടുള്ള നിലപാട് സ്വീകരിക്കാൻ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു അക്രമത്തിന്റെ സാഹചര്യം, ദ്രോഹം അഴിച്ചുവിടുന്നതിന്റെ ഒരവസ്ഥയൊക്കെ ആയി മാറിയപ്പോ പ്രതിരോധിക്കാനും തങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരോട് അവരോട് പ്രതികാരം ചെയ്യാനും ഒക്കെയുള്ള അനുമതി അല്ലാഹു മദീനയിലെത്തിയ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് നിർദ്ദേശങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ട് എന്ന നിലക്ക് അതിനെ കാണേണ്ടതില്ല. വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും ഒക്കെയും പ്രസക്താണ്. അതുപോലെ ആത്മപ്രതിരോധവും തിരിച്ചടിക്കലും ഒക്കെയും അതും പ്രസക്തമാണ്. അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പരസ്പരം പരസ്പരം ഒരു വൈരുദ്ധ്യമുള്ള ഒരു കാര്യമല്ല, മറിച്ച് ഒരേ വിഷയത്തിലുള്ള രണ്ട് ഘട്ടങ്ങളിലുള്ള നിലപാടുകളാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ഈ സന്ദർഭത്തിൽ വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും ഒക്കെയാണ് വേണ്ടത്. തിരിച്ചടിക്കേണ്ട സന്ദർഭം വരും, അന്നേരം തിരിച്ചടിക്കുകയും ചെയ്യുക. ഇതാണ് അതിൽ മനസ്സിലാക്കാനിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ ആയത്ത് മൻസൂഖാണ്, അത് നിർവീര്യമാക്കപ്പെട്ടതാണ് എന്ന വിധത്തില് പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അത് ആ ഘട്ടത്തിൽ നൽകപ്പെട്ട നിർദ്ദേശമാണ്. അതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനിയും അത് തന്നെയാണ് പാലിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ ദൈവികമായ നിർദ്ദേശമായിട്ട് ഉൾക്കൊള്ളേണ്ടതും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ 14-15 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.